വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല്ല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. നടുവേദന, കഴുത്തുവേദന, പുറംവേദന, ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ, താക്കോൽദാര ശസ്ത്രക്രിയകൾ, സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ, നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ, നട്ടെല്ല് രോഗ വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം. കൂടുതൽ വിവരങ്ങൾക്ക് 9188401016 മാക്സ് കെയർ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. കേരളത്തിൽ സാക്ഷരതയിൽ വിജയം കണ്ട പോലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലും വിജയിക്കാൻ നമുക്ക് കഴിയണമെന്ന് കെ രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ വടക്കാഞ്ചേരിയിൽ തീർത്ത മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല, നമ്മുടെ നാട് ഒരുപാട് മാതൃശിക്ഷകളിലേക്കും പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ ജനകീയമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു സമ്പൂർണ്ണ സാക്ഷരരായിരുന്നു. മഹാഭൂരിപക്ഷം അക്ഷരവും അറിവുമില്ലാതെ ജനിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെല്ലാം അക്ഷരത്തിലേക്കും അറിവിലേക്കും ഉയർത്തിയെടുക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ സാക്ഷരതാ പ്രവർത്തനം നടത്തുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. ആ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള പ്രചാരണമുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം ഒന്നിച്ചു ചേർന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും അക്ഷരം പഠിപ്പിക്കുക എന്നുള്ള മഹത്തായ കർമ്മം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ വിജയിപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു. അതുതന്നെയാണ് അധികാരവും സമ്പത്തും വികേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനം നടത്താൻ കഴിയുമെന്നും നമ്മുടെ നാട് തെളിയിക്കുന്നു. സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLA അധ്യക്ഷത വഹിച്ചു. വിവിധ വിഭാഗത്തിലെ ജനങ്ങൾ അണിനിരന്നുകൊണ്ട് വിദ്യാർത്ഥികള്, ചെറുപ്പക്കാര്, ഉദ്യോഗസ്ഥന്മാര്, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകര്, ഹരിതകർമ്മസേന അംഗങ്ങള്, വ്യത്യസ്ത തുറയിലുള്ളവർ ഇന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മുൻകൈയിൽ തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ കാമ്പയിൻ നമുക്കറിയാം. നേരത്തെ ഒരു സാക്ഷരതാ പ്രസ്ഥാനം പോലെ, ജനകീയാസൂത്രണം പോലെ ബഹുജനങ്ങളാകെ ഇടപെടുന്ന ഒരു പ്രക്രിയയായി ലഹരി വിരുദ്ധ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് എന്നതാണ്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, കൗൺസിലർമാരായ MR അനൂപ് കിഷോർ, ജമീല BAM, സ്വപ്ന ശശി, സന്ധ്യ കൊടക്കാടത്ത്, ഫാദർ വർഗീസ് തരകൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ, ആക്സ് യൂണിറ്റ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, മാധ്യമപ്രവർത്തകരായ V മുരളി, ശശികുമാർ കൊടക്കാടത്ത്, അജേഷ് കർക്കിടകത്ത്, ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും, വിദ്യാർത്ഥികളും വ്യാപാരികളും പങ്കെടുത്തു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മനുഷ്യച്ചങ്ങല ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് വരെ നീണ്ടുനിന്നു.
മാനവരാശിയെ തകർക്കുന്ന മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തികളോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.